ഈ ചെറുപ്പം മുതലേ സിനിമയോട് പാഷൻ ഉണ്ടായിരുന്നോ? 4ാമത്തെ വയസ്സ് തൊട്ട് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഞങ്ങളുടെ അവിടെ മനയിൽ കുളങ്ങര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികം പരിപാടികളൊക്കെയാണ്. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലെ കലാകാരൻ പുറത്തു വരുന്നത് അല്ലേ. പാട്ട് പാടുക, മറ്റേ പദ്യപാരായണം, ഫാൻസി ഡ്രസ്സ്, മോണോ ആക്ട്, മിമിക്രി, ക്രൈ എ മിനിറ്റ്, ലാഫ് എ മിനിറ്റ്, അങ്ങനെ പോകും. അപ്പൊ അവിടെ വെച്ചിട്ട് ഫാൻസി ഡ്രസ്സിന് ഫസ്റ്റ് കിട്ടിയ സമയത്ത് അവര് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാണ് എനിക്ക് ഹീറോ ആവണം, നായകൻ. അങ്ങനെ ഒരു വേഴ്സറ്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ട് എന്ത് കാര്യമാണെങ്കിലും, ആക്ടിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ അതുണ്ടോ? അങ്ങനെ തോന്നാനുള്ള കാര്യം നിങ്ങൾ എഴുതുന്നു, പല കാര്യം ചെയ്തിട്ടുണ്ടല്ലോ. ഏതോ ഈ ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല. ഇപ്പം എൻ്റെ ഒരു നിങ്ങളുടെ സ്റ്റൈൽ കണ്ട ഒരു കമലഹാസൻ ആ സ്റ്റൈലാണ് കാണുന്നത്, ബഹുമുഖ പ്രതിഭ. ഓരോ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റാൻഡേർഡ് താങ്കൾ മനസ്സിലാക്കി ചെയ്യുന്നതാണോ അല്ലെങ്കിൽ എൻ്റെ അടുക്കെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് സിനിമയിലുള്ള ആൾക്കാർ തന്നെ പറയുന്നത്, ഞാൻ പറഞ്ഞു ചേട്ടാ ചെറിയ പരിപാടികളാണ് വരുന്നത്, അപ്പോൾ രതീഷ് ചെയ്യണം, ചെറിയ പരിപാടി വന്ന് നീ ചെയ്തിട്ടുള്ള 1-2 പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ചെറിയ പരിപാടി നീ ചെയ്യുമ്പോൾ അതിന് നിൻ്റെതായ ഒരു സാധനം നീ കൊടുക്കുന്നുണ്ട്, അതെന്തായാലും വെറുതെ ആവത്തില്ല. അപ്പം ചെറുത് വന്നാൽ നീ ചെയ്യണമെന്ന് പറഞ്ഞു. അതിൽ പിന്നെയാണ് ഞാൻ പാസിങ് സീനായാലും തരണം, ഞാൻ വരുമെന്നുള്ള രീതി ചെയ്തത്. അങ്ങനെ വരാലിനകത്തുള്ള പെർഫോമൻസ് അനൂപനായിട്ടൊന്നും ഇതിനു മുമ്പ് അങ്ങനെ കണക്ഷനൊന്നും ഉണ്ടായിരുന്നതല്ല. ഇത് അവിടെ വെച്ച് സെറ്റിൽ കണ്ടു. ഇങ്ങനെ ഡയറക്ടർ കണ്ണൻചേട്ടൻ, ഞാൻ കണ്ണൻചേട്ടനിക്ക് ഒരു കഥ പറയാൻ പോയതാണ്. ഒരു കഥ പറയാൻ പോയതാണ് വിത്ത് ഫാമിലി. ഞങ്ങൾ ബാംഗ്ലൂർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓൺ ദ വേ. അപ്പോൾ ജസ്റ്റ് ഒരു ½ an hour അല്ലെങ്കിൽ 1 hour പരിപാടി കഴിഞ്ഞിട്ട് പോകാന്നുള്ള രീതിയിലായിരുന്നു. അവിടെ ചെന്ന് കഥ പറഞ്ഞു തുടങ്ങി. എൻ്റെ എക്സൈറ്റ്മെൻറ്റ്, എൻ്റെ ഹൈ എനർജി വെച്ചിട്ടൊക്കെ വന്നപ്പോൾ പുള്ളി പറഞ്ഞു, നമുക്ക് ഒരു പരിപാടി ചെയ്യാം, പക്ഷെ നീ ആദ്യം ഇന്നത്തെ പോക്ക് ക്യാൻസൽ ചെയ്തിട്ട് റിസോർട്ട് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരു റിസോർട്ടിൽ അവിടെ താമസിച്ചു. അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ആൾ ദാറ്റ് വാസ് ദെയർ ഫസ്റ്റ് എക്സ്പീരിയൻസ്. എൻ്റെ പിള്ളേർ അച്ഛൻ നടനാണ് എന്നുള്ള രീതിയിൽ ഇതുവരെ ദേ ഹാഡ് നെവർ എൻജോയ്ഡ് എനി പെർക്സ് ദാറ്റ് ഐ ഗെറ്റ് ആസ് എൻ ആക്ടർ ഓർ വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ കഥ പറഞ്ഞ്, അപ്പോൾ ഇതിനകത്തൊരു നല്ല വേഷമുണ്ട്, ഇത് നീ നിനക്ക് വേണ്ടിയുള്ള ഒരു പരിപാടി പോലെയാണ് നീ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വരാനില്ലാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ പെർഫോമൻസ് കഴിഞ്ഞാൽ ഡബ് ചെയ്തതിന് ശേഷം 2 വേർഷനിൽ ഞാൻ ഡബ് ചെയ്തു. കണ്ണേട്ടനോട് ഇല്ലായിരുന്നു. കണ്ണേട്ടൻ വേറെ എബ്രോഡ് എന്തോ ആയിരുന്നു ഡബിങ് നടന്നപ്പോൾ. അപ്പോൾ പുള്ളിക്ക് ഷെയർ ചെയ്തിട്ട് ഒരെണ്ണം ഹൈപ്പറായിട്ടും കൊടുത്തു, ഒരെണ്ണം അല്ലാതെ കൊടുത്തു. അതിനകത്ത് ഹൈപ്പറായിട്ടുള്ളതാണ് ഏതോ ഒരെണ്ണം അവരുടെ ഇഷ്ടമുള്ള സാധനം എടുത്തത്. അപ്പം അതിനുശേഷം അനുപേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടാ, വിട്ടുപോയതാണ്. ഞാൻ ഡബിങ് കഴിഞ്ഞിട്ട് ഡബിങ് കണ്ടതിന് ശേഷം എനിക്ക് നിന്നെ വിളിക്കണമെന്നുണ്ടായിരുന്നു, നിനക്ക് ഉറപ്പായിട്ടും നല്ലൊരു പരിപാടിയാകും, കാരണം ആര് കണ്ടാലും നീ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് അനുപേട്ടൻ എൻ്റെ ഫോണിൽ പറഞ്ഞു. നമ്പർ ഇല്ലാത്തതുകൊണ്ട് വിളിക്കാൻ ഞാൻ എന്ന് പറഞ്ഞു. അതൊക്കെ ഭയങ്കര എനർജി ബൂസ്റ്റേഴ്സാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ 2 പോസിറ്റീവാണ് സൗണ്ട് മോഡുലേഷനും, നിങ്ങളുടെ സൗണ്ടുകളാണ്, പിന്നെ അപ്പിയറൻസും. അപ്പിയറൻസ് ഞാൻ വിജയ് ബാബുവിന്റെയും പൃഥ്വിരാജിന്റെ കട്ടാണ് തോന്നിയത്. ഞാൻ സീരിയസ്ലി ഉണ്ട്. ഇപ്പൊ ആറാട്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്. വിജയേട്ടനാണ് എന്നെ ആദ്യമായിട്ട് സിനിമയിലൊക്കെ കൊണ്ടുവരുന്നത്. വിജയ് ബാബു മുദ്ദുകവും അങ്ങനെ